ഏകദേശം 8-10ഓളം ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് മാറ്റം ഇങ്ങനെ പ്രേരിപ്പിച്ചെന്ന് പറയുമ്പോൾ പോഷൻ ഇങ്ങനെ പെയിന്റ് ഇളകി പോയിട്ടുണ്ട്. മാറ്റിയ ശേഷമുള്ള ഒരു റൈഡിങ് ലുക്ക്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പ്ലെൻഡറിൽ ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് വളരെ ചെറിയൊരു മോഡിഫിക്കേഷൻ. നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഹാൻഡിലിൻ്റെ ഹോൾഡർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഹോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കിളൊക്കെ കാണുന്ന പോലെ രണ്ട് സംഭവമായിട്ട് കിടക്കുന്നത്. അതായത് ഒരു എന്താ പറയുക പക്ക എന്താ പറയുക ഈ ഒരു ഹീറോൻ്റെ ഒരു മോഡലിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന മോഡലാണ് ഈ ഒരു സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ അവർ അത്രയ്ക്കൊക്കെ എന്താ പറയുക ഒരു ക്വാളിറ്റി കൊടുക്കുള്ളൂ. ഈ ഒരു ഹാൻഡിൽ ഹോൾഡർ ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പോൾ അത് ഞാൻ നേരെ പാഷൻ പ്രോൻ്റെ ആ ഒരു ഹാൻഡിൽ ഹോൾഡർ ആക്കാൻ വേണ്ടി പോവാണ്. അതായത് മേലെ കവറിങ് വരുന്ന ആ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക അധികമായിട്ട് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം മാറ്റുമ്പോൾ എന്താ പറയുക അതിൻ്റെ മൈൻഡിലുണ്ട് ഇനി ഈ ഒരു ഹാൻഡിൽ ഹോൾഡറിൻ്റെ അപ്പറും ലോവറും, അതായത് രണ്ട് സൈഡും കൂടെ വേണമെന്ന്. അതായത് മാറ്റുമ്പോൾ അങ്ങനെ ആയിരിക്കും സപ്പോർട്ടാവുക എന്നൊക്കെ എന്താ പറയുക തോന്നലുണ്ട് ഇനി. അങ്ങനെ ഞാൻ സ്പെയർ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ കോംബോ എവിടെയും കിട്ടാനില്ലാതായി. അതിൻ്റെ കോംബോ എവിടെ ഇല്ല എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ മുകളിലത്തെ സാധനം ചില ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെറിയൊരു സംഭവം ചെയ്തു. എൻ്റെ എളാപ്പൻ്റെ കയ്യിൽ ഒരു പാഷൻ പ്രോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പർ കേസ് എടുത്തിട്ട് ഞാൻ നേരെ സ്പ്ലെൻഡറിലോട്ട് ഷൂട്ടാക്കി. അങ്ങനെ ഷൂട്ടാക്കി നോക്കിയപ്പോൾ കറക്റ്റ് ഷൂട്ടാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ പോയി അപ്പർ കേസ് എടുത്ത്. അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. ഓരോരോ നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു സ്പ്ലെൻഡറിൽ തന്നെ ഈ ഒരു സംഭവം ചെയ്തു വരുമ്പോൾ രണ്ട് രീതിക്കാവും. ഒന്ന് ആ ഒരു ബോൾട്ടെല്ലാം മുകളിലോട്ട് കാണുന്ന രീതിക്ക് ഒരു വൃത്തികേടായിട്ട്, മറ്റൊന്ന് ബോൾട്ടൊന്നും കാണാതെ ഒരു ഫിനിഷിംഗ് ഉള്ള രീതിക്ക്. അപ്പോൾ എനിക്ക് ആ ഫിനിഷിംഗ് ഉള്ള രീതിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം 8-10ഓളം ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു 3 സംഭവം കൂടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നമുക്ക് കാണാം. ഞാൻ ശരിക്കും മാറ്റാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ, മാറ്റാൻ എന്നെ പ്രേരിപ്പിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം അതുപോലെ റൂമിൻ്റെ കീടുന്നതുകൊണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ പെയിൻ്റ് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഇതൊക്കെ ഈ ഒരു തുരുമ്പ് കളറൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് മാറ്റാനുള്ള ആ ഒരു മൂഡ് വന്നേ. അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സാധനം കിട്ടാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുവിധം ഏകദേശം 8-10ഓളം ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം തന്നെ കിട്ടിയത്. അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടായാലാണ് ഒരു ഫിനിഷിങ് കിട്ടുക ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ട് ആണോ, എന്നാലാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 10ൻ്റെ എന്താ പറയുക ത്രെഡ് വരുന്ന അല്ലെങ്കിൽ ബോൾട്ടുകൾ വാങ്ങിയാൽ മതി. ഈ ഒരു വലുപ്പമായിരിക്കും ഷൂട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്കുള്ള പോലെയല്ല ഇത്, കുറച്ച് എന്താ പറയുക ഇറങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോർഷനൊക്കെ അങ്ങോട്ടേക്ക് വന്നാൽ മതി. മറ്റേത് കൂടി കഴിഞ്ഞാൽ ടൈറ്റ് ആവാൻ പാടായിരിക്കും, താഴെ പോയി തട്ടും ഹാൻഡിൽ ഹോൾഡറിൻ്റെ. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ സെറ്റിങ് വലിയ റിസ്ക്കുള്ള സംഭവമൊന്നുമല്ല. നമുക്ക് ഈ ഒരു വണ്ടി അയക്കാണ്ട് തന്നെ, ഹാൻഡൊന്നും അയക്കാണ്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു 10ൻ്റെ ടീ ഉണ്ടായാൽ മതി. അതുപോലെ ഒരു 5ൻ്റെ അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കാണ്ട് നമുക്ക് ഈ ഒരു ബോൾട്ടെല്ലാം ലൂസാക്കിയിട്ട് നമുക്ക് അതുപോലെ മറ്റേ സംഭവം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഹാൻഡിൽ കുറച്ച് റേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്പർ കേസ് ഇതുപോലെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക മുകളിൽ നമ്മളിപ്പോൾ വെക്കുന്ന ഒരു സംഭവം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് എന്താ പറയുക ഹാൻഡിൽ റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് എന്താ പറയുക ഈ ഒരു ഇപ്പോഴുള്ള ഹൈറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിന് മതി. അപ്പോൾ ഇനി നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ബോൾട്ട് ആ ഒരു ബോൾട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ അതായത് കുറച്ച് നീളമുള്ള അല്ലെങ്കിൽ ബോൾട്ട് വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ട് വേണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു സാധനം സെറ്റ് ആവണമെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടോ, ഈ ഒരു ക്യാപ്പ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ബോൾട്ട് വേണമെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ക്യാപ്പിൻ്റെ ഒരു ലോക്ക് ഉണ്ടോ, ആ ഒരു ലോക്ക് ഈ ഒരു എല്ലെങ്കിൻ്റെ ഈ ഒരു ഹോള് താ അതിനകത്തോട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ലുക്ക്. ഈ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു നോബും അതുപോലെ ഈ ഒരു ശരിക്കും കൂടി ഫോട്ടോ എടുക്കുക. നമ്മളെ മുന്നാപ്പി ചിരിച്ച
അപ്പോൾ ഇത് ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ട് ഇട്ടാലേ നമുക്ക് ഇതുപോലെ ഫിനിഷായി സെറ്റാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മേലെ ഇങ്ങനെ ഒരു ഹോളാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 10ൻ്റെ ബോൾട്ടൊക്കെ ഇടാം, പക്ഷേ മേലെ ഇങ്ങനെ കാണും. അല്ലെങ്കിൽ ബോൾട്ട് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ക്യാപ്പ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധനത്തിൻ്റെ പ്രൈസിങ് സാധനം കാണിച്ചു തരാം. ഹാൻഡിൽ ഹോൾഡറിൻ്റെ അപ്പറിൻ്റെ പ്രൈസാണിത്. അത് 100 റുപ്പീസ് ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു എന്താ പറയുക ഹാൻഡിൽ ഈ ഒരു ടൈപ്പ് ആക്കിയത്. ഹോൾഡർ മാറ്റിയ ശേഷമുള്ള ഒരു റൈഡിങ് ലുക്ക് എന്തായാലും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ. അതായത് ആ ഒരു പഴയതിൽ നിന്ന് ഒന്നും കൂടെ എന്താ പറയുക ഒന്നും കൂടി ഒരു പുതിയ ടൈപ്പ് ഒരു ലുക്ക് ഉണ്ട്. ഒരു എനിക്കിഷ്ടം എന്തായാലും ലുക്ക് ചെയ്തത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പ്രൈസ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡിൽ അപ്പർ മാത്രം വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു പോസിറ്റീവാണ്. അതൊരു എന്താ പറയുക ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ചെറിയൊരു വെറും 150 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ലുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ കോസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഹോൾഡറിൻ്റെ അപ്പറിൻ്റെ ഒരു സൈഡ് ആ ഒരു പോർഷനിൽ 100 റുപ്പീസും ബാക്കിയുള്ള ആ ഒരു 4 ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് അതിന് 40 റുപ്പീസ്, ഓരോന്നിന് 10 രൂപ വെച്ച്. അതുപോലെ ആ ഒരു ചെറിയ നോബ് ഉണ്ടല്ലോ മുകളിൽ ഇരുന്ന സിൽവർ കളർ, അതിനും പെർ പീസ് 10 റുപ്പീസ് വെച്ചാട്ടോ. അങ്ങനെ 150 രൂപ മാത്രമേ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുള്ളൂ. അപ്പോൾ അതാണ് കോസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.